അപ്പോൾ ഗൈസ് ഇന്നാണ് സെപ്റ്റംബർ 12. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. സീനറി കാണാം നിങ്ങൾക്ക് അവിടെ. ഫോണിലധികം കിട്ടുമോ അറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഒരു പിങ്ക് ഷെയ്ഡ് അടിച്ചിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ആ പിങ്ക് ഓറഞ്ച് ആവും. ഓറഞ്ച് വേറെ ഒന്നും ആവുന്നില്ല, ചുവപ്പൊന്നും ആവില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അവിടെ നല്ല മഞ്ഞ് കാണാനുണ്ടോ, മലേൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ് കാണാനുണ്ടോ. എന്നാൽ അത് മഞ്ഞല്ല, അത് കോടയാണ്. എന്തോ ആണ്. എന്തായാലും 6:10 ഇന്ന് ലാസ്റ്റ് പരീക്ഷയാണ് കെമിസ്ട്രി. ഒരു ദിവസം ലീവ് ഉണ്ടായിട്ട് നല്ല സിമ്പിളിൽ പഠിക്കാൻ ചോദിച്ചു. പക്ഷേ DNF ഞാൻ അധികം നോക്കാത്തതുകൊണ്ട് തന്നെ അത് നല്ല ടഫാവാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ്. ഞാൻ എന്തായാലും ഇന്ന് ഫോണൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സീനാണ്, എന്തെങ്കിലുമൊക്കെ ആവുന്നത്. ഫോണൊന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ അത് പിന്നെ വലിയ സീനാണല്ലോ. അപ്പോൾ ഫോൺ സ്കൂളിലേക്ക് ഉണ്ട്. ഓർത്തച്ഛൻ്റെ 500 രൂപ ഫൈനാണ്. എനിക്ക് അറിഞ്ഞൂടെ, ഫൈനൊക്കെ കെട്ടേണ്ടി വരും. ഇപ്പം ഇനി ലാസ്റ്റ് ഗിവ് അവേൻ്റെ പ്രൈസ് അവിടെ കൊടുക്കേണ്ടി വരും. എന്തായാലും ഗിവ് അവേ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 6K അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പോൾ എന്തായാലും ഇനി പോകുന്ന നേരത്തെ കാണാം. അപ്പോൾ ഗൈസ് എന്തായാലും സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 8:25 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രൈപ്പോഡൊക്കെ എടുക്കേണ്ടി വെറുതെ വീഡിയോ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ റിവ്യൂ ഒക്കെ എടുക്കുക. സ്കൂളിൽ നിന്ന് റിവ്യൂ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കേണ്ട ഒരു ബുക്കൊക്കെ എടുത്തിന്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ ഇടട്ടെ, എന്നിട്ട് എന്തായാലും പോവാപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ നടക്കണേണ്. എന്തായാലും ഇപ്പോൾ എനിക്കറിയില്ല, ബസ് കയറിയിട്ടൊന്നും വീഡിയോ എടുക്കാനില്ല. എനിക്ക് നല്ല ഇൻട്രോവേർട്ടാണ്, കാര്യം പറയാലോ. സ്കൂളിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്ന അറിയില്ല. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ എക്സ്ട്രോവേർട്ടൊക്കെ ആവും. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മടിയില്ല, എന്താ അറിഞ്ഞൂടാ. എന്തായാലും അപ്പോൾ നമുക്ക് സ്കൂളിലെത്തിയിട്ട് സ്കൂളിൽ നിന്ന് വീഡിയോ എടുക്കാൻ അറിഞ്ഞൂടാക്കി സംഭവം നമ്മൾ നോക്കാം, കഴിയുന്നത്ര നോക്കാം. അവിടെ നിന്ന് റിവ്യൂ ഒക്കെ എടുക്കാം. നോക്കട്ടെ, എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടാണ്. ഗൈസ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട് ഇവിടെ എത്താൻ. പക്ഷേ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് കണ്ടിരുന്നു, അവരാരും മുഖം കാണിക്കണ്ടായിരുന്നു. പിന്നെ എന്തിപ്പോൾ പറയുക, റിവ്യൂ എടുക്കാനായിരുന്നു പരീക്ഷൻ്റെയൊക്കെ. അവരാരും വേണ്ടായിരുന്നു. മന്തി വിഴുങ്ങാൻ മാത്രം സമ്മതിച്ചു, വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് സീനില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വീടെത്താനാണ്. ഇനി അവിടെ നമുക്ക് റിവ്യൂ നോക്കാം. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിപ്പോയി. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ കുറഞ്ഞു പോയി. അതെന്താണെന്ന് അറിയാൻ മതിയാവുമല്ലോ. വീഡിയോ എടുക്കാതെ പിന്നെ ഞാൻ ലെങ്ത്ത് കൂടുന്നു. എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് റിവ്യൂ ഒന്നും എല്ലാം പറയാനൊന്നുമില്ല. എന്തായാലും അപ്പോൾ ഇനി അവിടെ നിന്ന് പറയാം, കൂടുതലൊന്നും പറയില്ല ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കെമിസ്ട്രീൻ്റെ പേപ്പർ. എൻ്റെ പൊന്ന ഒന്നും പറയാനില്ല. സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളല്ല, ടഫാണെന്ന് വെച്ചാൽ ടഫല്ല, മോഡറേറ്റ് ആണെന്ന് വെച്ചാൽ എന്താ അതുമല്ല. ഇതൊരു മോഡറേറ്റിൻ്റെ ടഫിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് വരും. ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പേപ്പർ. ഞാൻ പ്ലാൻ ചെയ്ത വരുന്നില്ല നടക്കുന്ന കാര്യങ്ങൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പനി വന്നതിൻ്റെ ഇടയ്ക്ക് ഒക്കെ കൂടി പാളിപ്പോയി. പിന്നെ എന്തൊക്കെയാണ് കാട്ടി ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ആണെങ്കിൽ ഒക്കെ പഠിച്ചതും മറന്നു. എന്തൊക്കെയോ എഴുതി വെച്ചിന് കുറേ. വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഫിസിക്സിൻ്റെ മാത്സിനെയും കാട്ടിയും ടഫായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അത്ര പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെയൊക്കെ പ്രതീക്ഷിച്ച അത്രയും പഠിക്കാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷകൾ മൊത്തം തെറ്റുകയാണ് ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, 10 ദിവസം പൂട്ടിയെന്ന് വിചാരിക്കുക. 10 ദിവസം പൂട്ടില്ല ഗൈസ്. എനിക്ക് അറിഞ്ഞൂടെ. കുറേ ആൾക്കാർ പറഞ്ഞ് 6 ദിവസമാണ് പൂട്ടുന്നത്, കുറേ ആൾക്കാർ 10 കുറേ ആൾക്കാർ ഉണ്ട് 13 to 22 ദിവസം പൂട്ടുന്നുണ്ട് ഡേറ്റ് ഇട്ടാണ്. വേറെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ ആണ്. ഇനിയിപ്പോൾ അത് റിവ്യൂ പറയാൻ മാത്രമൊന്നും ഇല്ല. എനിക്ക് വലിയ രസമൊന്നും ഇല്ല ഇതിപ്പോൾ പറയാൻ, അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻ എന്നൊക്കെ പറയാം. ഗിവ് അവേ എന്തായാലും നാളെ വീഡിയോ എടുത്തിട്ട് മറ്റന്നാളത്തെ വീഡിയോ തന്നെ ഞാൻ വരാൻ ചാൻസ് ഉണ്ട്. ഗിവ് അവേ മാക്സിമം എല്ലാവരും നോക്കുക. ഗിവ് അവേനെ പറ്റി ഞാൻ എന്തായാലും പറയാം. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ പോയി. പൂക്കളിട്ടതൊക്കെ കാണിച്ചു തരാം. അതൊക്കെ അത്രേ ഉള്ളൂ. ടിൻ്റെതാ, അതൊക്കെ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് പറയാനാ, വേറെ ഒന്നുമില്ല. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ എന്നാ പറയാൻ. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇസ്മി നല്ല രസമുണ്ടല്ലേ മേഘങ്ങൾ കാണാൻ. ഇസ്മി അനന്തു ജോസഫ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇസ്മി അനന്തു കഴിഞ്ഞു.